എല്ലാവർക്കും നമസ്കാരം. പുണർദം നക്ഷത്രക്കാരുടെ പ്രായത്തെ ആസ്പദമാക്കിയുള്ള ഒരു സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇതിപ്പോൾ ഈ സീരീസിൽ നമ്മൾ എടുക്കുന്ന 7ാമത്തെ നക്ഷത്രമാണ് ഈ പറഞ്ഞ പുണർദം നക്ഷത്രം. സാധാരണ നിങ്ങൾ കേട്ടിട്ടുള്ള നക്ഷത്രഫലങ്ങളെ അപേക്ഷിച്ച് ഈ ശ്രേണിയിൽ പറഞ്ഞു പോകുന്ന നക്ഷത്രഫലങ്ങളുടെ ആ ഒരു പ്രത്യേകത എന്തെന്നാൽ, നിങ്ങളുടെ ഇപ്പോഴുള്ള ആ ഒരു പ്രസൻറ്റ് ഏജ് അനുസരിച്ച്, അതായത് ജനനം മുതൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ ഏത് അവസ്ഥകളിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് ആ സമയത്തെ അല്ലെങ്കിൽ ആ സമയം മുതൽ അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വ്യവസ്ഥയാക്കണമെന്ന് നിങ്ങൾക്ക് ഈ നക്ഷത്രഫലം കേൾക്കുമ്പോൾ അതിലൂടെ ചിന്തിച്ചുറപ്പിക്കാൻ ഉറപ്പായിട്ടും സാധിക്കും. പറയാൻ കാരണം, ഇവിടെ ഈ പുണർദം നക്ഷത്രത്തിൻ്റെ ലൈഫ് ടൈം ജാതക വിശകലനമാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലെ ഓരോ ടേണിംഗ് പോയിന്റും ഞാനിവിടെ കൃത്യമായി ടാഗ് ചെയ്ത് പറഞ്ഞുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, വെറുതെ വലിച്ചു വാരി പറഞ്ഞ് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഒരിക്കലും കളയില്ല. പകരം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന നിർണായകമായിട്ടുള്ള ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായി പറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളിനി പിന്നിടാൻ പോകുന്ന ഓരോ പ്രായത്തിലും ഞാൻ ഇനി എന്ത് മുൻകരുതലുകൾ എടുക്കണമെന്ന് ചിന്തിച്ച് നിങ്ങൾ തല പുകയ്ക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ ഫലപ്രവചനങ്ങൾ നിങ്ങൾക്ക് ഒരു ചൂണ്ടുപലക പോലെ അല്ലെങ്കിൽ ഒരു അത്താണി പോലെ അടുത്ത നിങ്ങളുടെ ടാസ്ക് അത് എന്ത് എന്ന് കൃത്യമായി നിങ്ങൾക്ക് ഇവിടെ നിന്നും ചൂണ്ടിക്കാണിച്ചു തരും. ഇനിയൊരു പക്ഷേ നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ മക്കളുടെ പ്രായം വെച്ചുകൊണ്ട് ഈ ഫലപ്രവചനങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഇതിനു വേണ്ടി ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഈ കാണുന്ന ടേബിളിൽ നിന്നും നിങ്ങൾക്ക് ഫലം അറിയേണ്ട വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വയസ്സ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. പക്ഷേ ഞാനിവിടെ ഫലം പറയുന്നത് ആയുഷ്കാല ഫലപ്രവചനം ആയതുകൊണ്ട് തന്നെ ഓരോ നക്ഷത്രത്തിൻ്റെയും ആദ്യ അവസാനം വരെയുള്ള ഫലങ്ങൾ എനിക്ക് പറഞ്ഞേ പറ്റൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി പാസ് ചെയ്ത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ പറയുമ്പോൾ ആ പറയുന്നത് കൃത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ പ്രവചിക്കാൻ പോകുന്ന ജ്യോതിഷ ഫല പ്രവചനങ്ങളും കൃത്യമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണ് ഒരാളുടെ ജാതകത്തിലെ ആ പാസ്റ്റും ഫ്യൂച്ചറും ഏകീകരിച്ച് ഇവിടെ ഫലം പറയുന്നത്. ഇനി നമുക്ക് പുണർദം നക്ഷത്രക്കാരുടെ ആയുഷ്കാല ഫലപ്രവചനങ്ങളിലേക്ക് കടന്നു ചെല്ലാം. 27 നക്ഷത്രങ്ങളിൽ വെച്ച് 7ാമത്തെ നക്ഷത്രമായ, അതായത് ദേവഗുരുവായ വ്യാഴം ഭരിക്കുന്ന അല്ലെങ്കിൽ വ്യാഴം നക്ഷത്രനാഥനായിട്ടുള്ള നക്ഷത്രമാണ് ഈ പറഞ്ഞ പുണർദം നക്ഷത്രം. അതുകൊണ്ട് തന്നെ ഇവർ പൊതുവെ അതീവ സൗമ്യരും അതുപോലെ തന്നെ നല്ല കാഴ്ചയിൽ നല്ല സൗന്ദര്യമുള്ളവരും ഭാഗ്യം നിറഞ്ഞതുമായ ഒരു ജീവിത സാഹചര്യമാണ് ഈ പുണർദം നക്ഷത്രക്കാർക്ക് പൊതുവായിട്ടുള്ളത്. മാത്രവുമല്ല, ഈ പുരാണങ്ങൾ അനുസരിച്ച് ദേവമാതാവായ അതിഥിയാണ് ഈ നക്ഷത്രത്തിൻ്റെ അധിപ. ഈ ജ്യോതിഷത്തിൽ അമ്പും വില്ലും നിറഞ്ഞ ആവനാഴിയാണ് ഇതിൻ്റെ അടയാളമായിട്ട്, അതായത് ആ ഒരു സിമ്പലായിട്ട് പറയുന്നത്. ഈ പറഞ്ഞത് കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ, ഒരു വില്ലിൽ നിന്നും ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുത്തുവിട്ട അമ്പ് അത് ഒരിക്കൽ പരാജയപ്പെട്ടാലും വീണ്ടും വില്ലിലേക്ക് പുതിയ അമ്പ് ഈ ആവനാഴിയിൽ നിന്നെടുത്ത് തൊടുത്തുകൊണ്ട് വിജയം നേടുന്നതുവരെ ഇവർ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. ജീവിതത്തിൽ എത്ര വലിയ തകർച്ചകൾ ഉണ്ടായാലും അതിൽ നിന്നൊക്കെ അതിശക്തമായി തിരിച്ചു വരാനും നഷ്ടപ്പെട്ട ആ ഒരു പ്രതാപം അത് വീണ്ടെടുക്കാനുമുള്ള ആ ഒരു പ്രത്യേക കഴിവ് പ്രകൃതിദത്തമായി തന്നെ ഈ പുണർദം നക്ഷത്രക്കാർക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. ഈ നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദങ്ങൾ മിഥുനക്കൂറിലും അവസാനത്തെ പാദം അത് കർക്കിടകക്കൂറിലുമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബുധൻ്റെ ബുദ്ധിശക്തിയും ചന്ദ്രൻ്റെ മനസ്സിൻ്റെ ആ ഒരു നന്മയും അതോടൊപ്പം ഈ വ്യാഴത്തിൻ്റെ ആത്മീയതയും ഒരുപോലെ സമ്മേളിച്ച ഒരു അത്ഭുത നക്ഷത്രമാണ് ഈ പുണർദം നക്ഷത്രം. എന്നാൽ ഈ പുണർദം നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ ആ ഒരു വിശേഷണം എന്താണെന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ, അത് ത്രേതായുഗത്തിൽ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ഭൂമിയിൽ അവതരിച്ച മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രൻ ജനിച്ച ആ ഒരു പുണ്യ നക്ഷത്രം കൂടിയാണ് ഈ പറഞ്ഞ പുണർദം നക്ഷത്രം. അതുകൊണ്ട് തന്നെ സത്യസന്ധത പുലർത്തുന്നവർ, കുടുംബത്തിന് വേണ്ടി എത്ര വലിയ ത്യാഗങ്ങളും സഹിക്കാൻ ശേഷിയുള്ളവർ, എന്നാൽ ശത്രുക്കളോട് പോലും ഇതേ അവസ്ഥയിൽ തന്നെ ദയ കാണിക്കുന്ന കാരുണ്യമുള്ളവർ, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ പുണർദം നക്ഷത്രക്കാരെ വിശേഷിപ്പിക്കാം. ഇവരുടെ ജീവിതത്തിൽ
ശനിയുടെയും വ്യാഴത്തിൻ്റെയും ദശാകാലങ്ങൾ മാറി വരുമ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്വന്തം പ്രയത്നത്താൽ വലിയ വിജയങ്ങൾ കെട്ടിപ്പടുക്കുവാൻ ശേഷിയുള്ളവരാണ് ഈ പുണർന്ന നക്ഷത്രക്കാർ. ഈ പറഞ്ഞതെല്ലാം നിങ്ങളിൽ പൊതുവായിട്ട് കണ്ടുവരുന്നതാണ്. ഓരോരുത്തരിലും ഇത് കൂടിയും കുറഞ്ഞും ഇരിക്കും. അല്ലാതെ എല്ലാ പുണർന്ന നക്ഷത്രക്കാരും ഈ പറഞ്ഞ പോലെ ശ്രീരാമനെ പോലെ ആയിത്തീരും എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് പുണർന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഓരോ പ്രായത്തിലുമുള്ള മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രകടമാവുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പുണർന്ന നക്ഷത്രക്കാരുടെ ബാല്യകാലത്തിലേക്ക്, അതായത് 0 മുതൽ 5, 10, 15 വയസ്സ് വരെയുള്ള ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ മഹാദശയിലാണ് ഈ പുണർന്ന നക്ഷത്രക്കാരുടെ ജനനം. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു കുട്ടിക്കാലം പൊതുവെ സമാധാനമുള്ള അന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ വലിയ കരുതലോടുകൂടിയോ ഒക്കെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിലും ആരോഗ്യപരമായി ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജികൾ, വിട്ടുമാറാത്ത കഫക്കെട്ട്, അല്ലെങ്കിൽ തൊണ്ടയെ ബാധിക്കുന്ന ഇൻഫെക്ഷനുകൾ, അതൊക്കെ ഈ പ്രായത്തിലാണ് പൊതുവായിട്ട് കണ്ടുവരുന്നത്. എന്നാൽ ജന്മന നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴത്തിൻ്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ തന്നെയും വലിയ ആപത്തുകളിൽ നിന്നെല്ലാം അദൃശ്യമായ ഒരു ഈശ്വര സഹായം നിങ്ങളെ കാത്തു സൂക്ഷിക്കാറുണ്ട്. നിങ്ങളുടെ സ്വഭാവത്തിലേക്ക് വന്നാൽ ചെറുപ്പത്തിലെ അതീവ ശാന്തപ്രകൃതരും മുതിർന്നവരെ ബഹുമാനിക്കുന്നവരുമായിരിക്കും ഇവർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ അനാവശ്യ വാശികൾ ഇവർക്ക് പൊതുവെ കുറവായിരിക്കും എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ പഠന കാര്യങ്ങളിൽ അതീവ മിടുക്കന്മാരായിരിക്കും. പ്രത്യേകിച്ച് അധ്യാപകരുടെ പ്രിയപ്പെട്ട കുട്ടിയായി ക്ലാസ്സിൽ ഒന്നാമനായി നിൽക്കാനുള്ള സാഹചര്യം ഇവർക്ക് വളരെ കൂടുതലായിരിക്കും. മാത്രവുമല്ല എല്ലാവരുടെയും സ്നേഹവും പ്രശംസയും ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഇവരുടെ 15 വയസ്സ് വരെയുള്ള കാലഘട്ടം പൂർത്തിയാക്കുന്നതും. ഇനി നമുക്ക് പുണർന്ന നക്ഷത്രക്കാരുടെ 15 വയസ്സ് മുതൽ, അതായത് കൗമാരപ്രായം മുതൽ 20, 25, 30 എന്നീ കാലഘട്ടത്തിലൂടെ ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇവർക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒന്ന് നോക്കാം. 15 വയസ്സിന് ശേഷം വരുന്ന ശനിദശ പുണർന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ കഠിനാധ്വാനവും ഉത്തരവാദിത്തങ്ങളും കൊണ്ടുവരുന്ന ആ ഒരു സമയമാണ്. പ്രത്യേകിച്ചും 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഇവരുടെ കരിയറിൻ്റെ കാര്യത്തിൽ ശനി അല്പം അലച്ചിലുകൾ ഇവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിലും കഠിനമായ ഇവരുടെ ആ ശ്രമത്തിലൂടെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ കൗൺസിലിംഗ് പോലുള്ള മേഖലകളിലൊക്കെ ഈ പ്രായത്തിലാണ് ഇവർ തിരഞ്ഞെടുക്കപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതിനാൽ 23 വയസ്സിന് ശേഷം സ്വന്തം കാലിൽ നിൽക്കാനുള്ള സ്ഥിരമായ ഒരു വരുമാന മാർഗം ഇവർ ഉറപ്പായിട്ടും കണ്ടെത്തും. ഈ പ്രായത്തിൽ ജാതകത്തിൽ വ്യാഴം രാശി മാറി അനുകൂലമായിട്ട് ഇവർക്ക് വരുന്നത് കൊണ്ട് വലിയ ഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തുന്നതായിരിക്കും. എന്നാൽ ചൊവ്വയുടെയോ രാഹുവിൻ്റെയോ സ്വാധീനം ഈ സമയത്ത് വരികയാണെങ്കിൽ തീവ്രമായിട്ടുള്ള പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അമിതമായ ഇവരുടെ ഈ ആത്മാർത്ഥത കാരണം ആ ബന്ധങ്ങളിൽ വലിയ മാനസിക വിഷമങ്ങളോ അല്ലെങ്കിൽ ദീർഘകാലത്തേക്കുള്ള അകൽച്ചയോ നേരിടേണ്ടി വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇനി 26 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഇവരുടെ കാലയളവിലാണ് ഇവരുടെ ഈ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു പൂർണ്ണത ഇവർക്ക് കൈവരുന്നത്. എന്നാൽ 27 വയസ്സിന് ശേഷം ഇവരുടെ വിവാഹപ്രായം ഉറപ്പായിട്ടും തെളിയും. കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല പങ്കാളിയെ തന്നെ ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നിങ്ങൾക്ക് 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള നിങ്ങളുടെ സഞ്ചാരഗതി ഒന്ന് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മധ്യവയസ്ക കാലഘട്ടമാണ് ഈ പറഞ്ഞ ആ ഒരു സമയം. അതായത് 30 വയസ്സിന് ശേഷം 35, 40, 45 ഈ വയസ്സുകളിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് 50 വയസ്സിൽ എത്തിച്ചേരുന്ന നിങ്ങൾ പുണർന്ന നക്ഷത്രക്കാരുടെ ജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് 30കളുടെ മധ്യത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 35 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഈ പ്രായത്തിൽ വ്യാഴം നിങ്ങളുടെ കേന്ദ്രസ്ഥാനങ്ങളിൽ വരുന്നതുകൊണ്ട് സർവ്വവിധ അഭിവൃദ്ധിയും ഐശ്വര്യവും നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ശനി നിങ്ങൾക്ക് ഗുണവാനായി മാറുന്നതുകൊണ്ട് ബിസിനസ്സിലോ ചെറുകിട ബിസിനസ്സോ വൻകിട ബിസിനസ്സോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന നിങ്ങളുടെ ജോലിയിലോ വലിയ സ്ഥാനക്കയറ്റവും സാമ്പത്തിക ലാഭവും ഈ സമയത്ത് ഉറപ്പായിട്ടും കാണുന്നുണ്ട്. സ്വന്തമായി വീട്,
അതുപോലെ തന്നെ ഭൂമി സ്വന്തമായി മേടിക്കുക, പുതിയ വാഹനം മേടിക്കുക എന്നിവയ്ക്കൊക്കെ ഈ സമയത്ത് നിങ്ങൾ പുണർന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ ആ ഒരു സമയമാണ്. എന്നാൽ 43 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വരുന്ന ചില ഗ്രഹമാറ്റങ്ങൾ കാരണം അനാവശ്യമായ ചിലവുകളോ അല്ലെങ്കിൽ കുടുംബത്തിൽ ചെറിയ രീതിയിലുള്ള തർക്കങ്ങളോ നേരിടേണ്ടതായിട്ട് വരും. ഈ സമയം മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ പറയുന്ന പ്രലോഭനങ്ങളിൽ നിങ്ങൾ മയങ്ങി അവർക്ക് വേണ്ടി നിങ്ങൾ ജാമ്യം നിൽക്കാൻ പോയാൽ വലിയ സാമ്പത്തിക ബാധ്യത ഉറപ്പായിട്ടും നിങ്ങളുടെ തലയിൽ വന്ന് വീഴും. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പങ്കാളിയുമായി ചെറിയ രീതിയിലുള്ള ആശയവിനിമയ തടസ്സങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ അത് തീർച്ചയായിട്ടും ഉദയം കൊള്ളാനുള്ള സാധ്യതയും ഈ പറഞ്ഞ കാലഘട്ടത്തിലാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ 45 വയസ്സിന് ശേഷം ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും അനുകൂല ദശകൾ നിങ്ങൾക്ക് വരുന്നത് കൊണ്ട് നിങ്ങളുടെ കരിയറിലും അതിനോടൊപ്പം നിങ്ങൾ ഇടപെടുന്ന നിങ്ങളുടെ സമൂഹത്തിലും വലിയൊരു പ്രതാപവും സാമ്പത്തിക ഭദ്രതയും കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. ആ സമയം നിങ്ങളുടെ കുട്ടികളുടെ പഠനം, അവരുടെ ഉന്നതി എന്നിവ കണ്ട് ഏറെ നിങ്ങൾക്ക് സന്തോഷിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ആ ഒരു കാലഘട്ടമായിരിക്കും ഈ പറഞ്ഞ 45 വയസ്സിന് ശേഷം 49കളുടെ ആ ഒരു അവസാന കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. ഇനി അടുത്തത് പക്വതയുടെ കാലം, അതായത് 50 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ആ ഒരു ജീവിതം. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ പ്രായം 55, 60, 65, 70 എന്നീ കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഈ കടക്കുകയാണെങ്കിൽ എന്ന് പറയാൻ കാരണം എല്ലാ പുണർന്ന നക്ഷത്രക്കാരും ഈ പറഞ്ഞതുപോലെ 80 വയസ്സ് വരെ അല്ലെങ്കിൽ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. ഈ പ്രായത്തിലേക്ക് കടക്കുന്നവരുടെ ഫലമാണ് ഈ പറയുന്നത്. അങ്ങനെ വേണം. ഈ ഫലം പ്രവചനം മാത്രമല്ല, ഇനിയിപ്പോൾ നിങ്ങൾ അടുത്ത നക്ഷത്രത്തിൻ്റെ ഫലപ്രവചനം കേൾക്കുകയാണെങ്കിലും അതിലും നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അപ്രകാരം നോക്കുമ്പോൾ ഇത് നിങ്ങൾ പുണർന്ന നക്ഷത്രക്കാർക്കുള്ള വലിയൊരു ബഹുമാനത്തിൻ്റെയും സമൂഹത്തിൽ വലിയൊരു ഉപദേശക പദവി നിങ്ങൾ നേടുന്നതിൻ്റെയും ആ ഒരു കാലഘട്ടമാണ്. പറയാൻ കാരണം 55 വയസ്സിന് ശേഷം വരുന്ന ബുധദശയുടെയോ അല്ലെങ്കിൽ കേതുദശയുടെയോ നല്ല ഫലങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗമുള്ള ആ ഒരു സമയമാണ് അപ്പോൾ സംജാതമാവുന്നത്. ഈ സമയത്ത് വ്യാഴം നിങ്ങളുടെ രാശിയെ ദർശിക്കുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ചും നിങ്ങളുടെ ജോലിസ്ഥലത്തും സമൂഹത്തിലും അതിനോടൊപ്പം കുടുംബത്തിലും വലിയൊരു ആദരവും അംഗീകാരവും നിങ്ങളെ തേടിയെത്തും. ഒട്ടുമിക്ക പുണർന്ന നക്ഷത്രക്കാരും ഈ പ്രായത്തിൽ മക്കൾക്ക് വേണ്ടി അവരുടെ കടമകളെല്ലാം ഭംഗിയായി വീട്ടി സാമ്പത്തികമായി തികച്ചും സുരക്ഷിതമായ ഒരു സുഖജീവിതത്തിലായിരിക്കും എത്തി നിൽക്കുക. എന്നാൽ ഈ പ്രായത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ തന്നെയാണ്. പറയാൻ കാരണം 58 വയസ്സിന് ശേഷം പ്രമേഹം, കരൾ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം, സന്ധിവേദന പോലുള്ള രോഗങ്ങൾ നിങ്ങളെ ഏറെക്കുറെ അല്പം അധികം ബുദ്ധിമുട്ടിച്ചേക്കാം. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഏകദേശം ഒരു 52 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 55 വയസ്സാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖം ഒട്ടുമിക്ക എല്ലാ നക്ഷത്രക്കാർക്കും വന്നുകൊണ്ടിരിക്കും. എങ്കിലും നിങ്ങളെ സംബന്ധിച്ച് ഈ പറഞ്ഞ കാര്യം കൃത്യമായി തന്നെ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണക്രമത്തിലും അതുപോലെ തന്നെ ആരോഗ്യ പരിപാലനം, എക്സസൈസ് പോലുള്ള കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തിയേ മതിയാകൂ. എന്നാൽ ഈ സമയങ്ങളിൽ മക്കളുടെ വിവാഹ കാര്യങ്ങൾ നിങ്ങൾക്ക് ഭംഗിയായി നടന്നു കിട്ടും. അതുപോലെ തന്നെ കുടുംബത്തിൽ ഐശ്വര്യം തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ദൃശ്യമാകുന്ന ആ ഒരു കാലഘട്ടവും കൂടിയായിരിക്കും ഈ പറഞ്ഞ കാലഘട്ടം. ഇനി അടുത്തത് നിങ്ങളുടെ വാർദ്ധക്യവും ആത്മീയതയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 70 മുതൽ 90 വയസ്സും അതിനു മുകളിലും ഈ കണക്ക് വെച്ചുകൊണ്ട് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്, അതായത് 75, 80, 85, 90 ഈ വയസ്സുകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു സായന്തന കാലഘട്ടത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ നിങ്ങൾ പുണർന്ന നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഭൗതികമായ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് നിങ്ങളുടെ മനസ്സ് ഏറെക്കുറെ പൂർണ്ണമായും ഈശ്വര ചിന്തയിലേക്കും ആത്മീയ കാര്യങ്ങളിലേക്കും തിരിയുന്ന ആ ഒരു സുന്ദരമായ ആത്മീയ കാലഘട്ടമാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് തീർത്തും പറയാൻ സാധിക്കും. പ്രത്യേകിച്ചും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും അല്ലെങ്കിൽ ദേവാലയ കാര്യങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്ര കാര്യങ്ങളിൽ സജീവമാകാനുമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ പറഞ്ഞ ഈ പ്രായത്തിൽ നിങ്ങൾ പുണർന്ന നക്ഷത്രക്കാർ താല്പര്യം കൂടുതൽ കാണിക്കുന്നതായിട്ട്
കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ ഇതുവരെ സഞ്ചരിച്ച, അതായത് നിങ്ങൾ ഇങ്ങോട്ട് കടന്നു പോകുന്ന ആ വഴികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് നിങ്ങൾ ചെയ്ത ആ നന്മകളും ഇതെല്ലാം കൂടി ചേർത്ത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം വലിയൊരു ആത്മസംതൃപ്തി തോന്നുന്ന ആ ഒരു കാലഘട്ടമായിരിക്കും. ഈ അവസ്ഥയിൽ നിങ്ങൾ പുണർന്ന നക്ഷത്രക്കാർ പൊതുവെ മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടാതെ സ്വന്തം അന്തസ്സോടും ഈശ്വര കൃപയോടും കൂടി ആ ഒരു വാർദ്ധക്യകാലം നയിക്കാൻ നിങ്ങൾ ഭാഗ്യമുള്ളവരായിത്തീരും. പ്രത്യേകിച്ചും കുടുംബാംഗങ്ങളുടെയും മക്കളുടെയും കൃത്യമായ സ്നേഹവും പരിചരണവും ഈ സമയത്ത് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഇനി നിങ്ങളുടെ ജനനം മുതൽ ഇങ്ങോട്ടൊന്ന് കണ്ണോടിച്ചാൽ, അതായത് 1 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നത്, പുണർന്ന നക്ഷത്രക്കാർ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ വലിയ ഉത്തരവാദിത്തങ്ങളിലൂടെയും കഠിനാധ്വാനങ്ങളിലൂടെയും, അതായത് കഠിന ശ്രമങ്ങളിലൂടെയും കടന്നു പോകും. അങ്ങനെ പോകുമെങ്കിലും മധ്യവയസ്ക കാലഘട്ടത്തിലും വാർദ്ധക്യത്തിലും എത്തിച്ചേരുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുന്ന രീതിയിൽ സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി ജീവിക്കുന്നവരായിട്ട് നിങ്ങൾ മാറുന്നതായിരിക്കും. കാരണം അങ്ങനെയുള്ളൊരു യോഗം നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നിങ്ങളുടെ വയസ്സുമായി ബന്ധപ്പെടുത്തി, അതായത് പ്രായവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഈ ജ്യോതിഷ ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വർഷങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രതിവിധികളെക്കുറിച്ചൊന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ, നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഇതിൽ അല്പസ്വല്പ വ്യത്യാസങ്ങളൊക്കെ വരാം. എങ്കിൽ പോലും പൊതുവായിട്ടുള്ള ഫലം നോക്കുകയാണെങ്കിൽ ഈ പറയുന്നത് കൃത്യമായിരിക്കും. നിങ്ങൾ പുണർന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനും വ്യാഴദോഷങ്ങൾ അകന്ന് വലിയ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിൽ ആകമാനം വരാനും നിങ്ങൾ ഈ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമായിരിക്കും. അവിടെ ഭഗവാന് പാൽപ്പായസം അല്ലെങ്കിൽ തുളസിമാല പോലുള്ള ചെറിയ ചെറിയ വഴിപാടുകൾ നടത്താൻ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ പ്രായം എത്രയാണെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതിനോടൊപ്പം ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ഒത്തുപോകുന്നുണ്ട് അതുകൂടി നിങ്ങൾക്ക് താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ, അങ്ങനെ അത് ഇത്ര ശതമാനം കൃത്യമാണെന്നൊന്ന് പറയുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടി ഈ വീഡിയോയുടെ ആ ഒരു ക്വാളിറ്റി കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.